ഇതണ്ട ചെറുനാരങ്ങ ഉണ്ടായി പഴുത്ത് ഇതൊക്കെ അടിപൊളിയായിട്ട് പഴുത്ത് റെഡിയായി കിടക്കുന്നുണ്ട. ഇത് കുറേ നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ആൾക്കാർ വയ്ക്കും എപ്പോഴും ചെറുനാരങ്ങ എന്തോരം ഉണ്ട് കേട്ടാ. ചെറുനാരങ്ങ കൊണ്ട് ഇവിടെ പ്രളയം വേണ്ട. ചെറുനാരങ്ങ കൊണ്ട് ചാച്ച ഉണ്ടാക്കാന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഇത്തവണ നമ്മളെ പരീക്ഷണം ചെറുനാരങ്ങ കൊണ്ട് ഞാൻ വിൽക്കണില്ലേ കൊല്ലം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എന്നാ അറിയുമോ, നമ്മുടെ ചെറുനാരങ്ങ എത്ര മരം ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ചെറുനാരങ്ങ എന്തോരം ഉണ്ടായിട്ടുണ്ടെന്ന് ഉണ്ട്. ഇത് ഒരു മരത്തിലുണ്ടായി കിടക്കണം. അതെന്താ എന്തോരം ഉണ്ടായിട്ടുണ്ടെന്ന് നോക്കി. ഇതുപോലെ എനിക്ക് 12-13 അതുണ്ട് ചെറുനാരങ്ങ. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ പേഴ്സിമോൺ ഉണ്ടാക്കി കിടപ്പുണ്ട്. പേഴ്സിമോൺ ഉണ്ടാക്കി ചാടി പോയി തീർന്നു. ഇനി ഇത്രയേ ഉള്ളൂ. ഇനി അതും കൂടെ കുറേ കൂടെ കുത്തിയിട്ടിട്ട് നല്ല അടിപൊളി ഫ്രൂട്ടാത് അതും കൂടെ കുത്തിയിട്ട് പിടിക്കണ വീഡിയോ ആണ് കേട്ടോ. കുഞ്ഞു വീഡിയോ പടപടയെന്ന് ഞങ്ങൾ ചെറുനാരങ്ങ കാണിച്ചു തരാം. ഈ പേഴ്സിമോണും പറിക്കണ കാണിച്ചു തരാം കേട്ടോ. വാ. Welcome to Joe Farming and Cooking. If you are new to our channel and not yet subscribed, please subscribe and press the bell icon for new video notification. Thank you for your support. പറിക്കണതേണ്ടോ മമ്മി മോനും കൂടെ അവിടെ ഇത് പിടിച്ചോണ്ടിരിപ്പുണ്ട്. ഞാൻ ഇവിടുന്ന് കുത്തിയിടാം, കാരണം എൻ്റെ കയ്യിൽ തോട്ടിയില്ലാത്തതുകൊണ്ട് ഞാനത് കഴിഞ്ഞ കൊല്ലം കുറേ ഉണ്ടായിരുന്നു. കിട്ടിയാ എവിടെ ചാടിയേ? അടുത്തത് തന്നെ അപ്പൊ നിങ്ങൾ തുണിയും പിടിച്ചോണ്ടിരിക്കണേ എന്തിനാ? ഇതുണ്ട് രണ്ടുപേര് ഞാൻ കാണിച്ചു തരാവേ. രണ്ടുപേര് ഇവിടെ പേഴ്സിമം പിടിക്കാൻ വേണ്ടി ഇതുണ്ടോ തുണിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. പക്ഷെ പേഴ്സിമം വീണത് രണ്ടും താഴെയാന്നുള്ളതുണ്ടോ. നിൽക്കി നോക്ക്. ഡാനി മമ്മിയുടെ കൂടി രണ്ടരോടെ പേഴ്സിമം പിടിക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ കുത്തിയിരുന്ന കംപ്ലീറ്റ് താഴെ വീഴും. ഞാൻ ഇവിടുന്ന് കുത്തിയിടന്ന ഉണ്ടോ നോക്കിയോട്ടോ. മാമന്റെ പുറോട്ട് പോകത്ത് ഡാനി മമ്മി കൂടെ അതെ ചുമ്മാ ഇരിക്കണം. പേഴ്സിമോണ്ട് എത്ര ഞാൻ പറിച്ചു എന്ന് കാണിച്ചേ. ഇതുണ്ടോ ഇത്ര ഞാൻ പറിച്ചു. എല്ലാം ഒരെണ്ണം ഭംഗിക്ക് വേണ്ടിയെങ്കിലും അതിൻ്റെ അകത്തൊന്ന് ചാടിക്കാൻ. രണ്ടെണ്ണോടെ ഉന്തി താഴെ ഇടുക സമ്മതിക്കുന്നത്. ഡാനി കലിപ്പ. ഡാനിന്റെ മേത്തോർണ്ണം വീണെന്ന് പറഞ്ഞിട്ട് ഡാനി കലിച്ച് നിൽക്കുക. ഒരെണ്ണം പിടിച്ചു. എത്രണ്ണം പിടിച്ചു? നിങ്ങൾ താഴെ വീഴാണ്ട് എത്രണ്ണം പിടിച്ചു? എത്രണ്ണം ഉണ്ട് കാണിച്ചേ. ആനക്കല്ലടാന് ഇതുണ്ടോ. ഇതാട്ടോ അല്ലേ പേഴ്സിമൺ ഫ്രൂട്ട്. നല്ല അടിപൊളി ഫ്രൂട്ടാണ് ഇത്. ഇതല്ല നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ മുട്ടപ്പഴമൊക്കെ ഇല്ല അതുപോലെ ഇരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. പറിച്ചു കഴിഞ്ഞോ? എന്തോരേ എത്രണ്ണം ഉണ്ട്? എത്രണ്ണം പറിച്ചു കിട്ടി? എണ്ണയൊക്കെ എത്രണ്ണം ഉണ്ടെന്ന് എനിക്ക് എണ്ണ അറിയാവുന്ന അവിടെ. 3 ഉള്ളോ? 13 ഉണ്ട്. 13 പേഴ്സിമം കിട്ടി കേട്ടോ. അതല്ല 13 കിട്ടി ഞങ്ങൾക്ക്. ബാക്കി ഉണ്ടായിരുന്നത് കുറേയൊക്കെ ഞങ്ങൾ പറിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ കഴിഞ്ഞ കൊല്ലം എടുത്തുകൊണ്ട് ഞങ്ങൾ പിന്നെ പഴയ വീഡിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് വേറെ വീഡിയോ ഇടാണ്ടിരുന്നത്. ഞാനിത് കൊണ്ടു കാത്തു വയ്ക്കുക. ബാക്കി നമുക്ക് ചെറുനാരങ്ങ ഉള്ളത് ഞാൻ കാണിച്ചത്. അതുണ്ടോ ഈ നിൽക്കണുണ്ടോ ഒരു ചെറുനാരങ്ങ ഇവിടെ 1, ഇത് 2, അത് 3. അത് കഴിഞ്ഞ് ചെറുനാരങ്ങ ഈ നിൽക്കണ ഇവിടെ ഉണ്ടായിരുന്നത് കോഴിക്കോട് തിരിച്ചപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു വെട്ടിക്കളഞ്ഞു പറഞ്ഞു. പിന്നെ ഉള്ളതുണ്ട് ഇത് ചെറുനാരകമാണ്. ഇതൊന്ന്, ഇതിൻ്റെ അപ്പുറത്തത് ഇത് നിൽക്കണ 2, ഇത് 2 ആയില്ലേ. അപ്പോൾ 3 2 5. ഇത് ഇവിടെ 1 6 7 ചെറുനാരങ്ങ. ഇത് 8 ചെറുനാരങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരിയൊന്നും അല്ല. ഇത്തരം ഉണ്ടായിരിക്കണേ ഉണ്ടായി കിടക്കണമെങ്കിൽ ചാവറ് പോലെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ നിറയെ അത് 8 ആയില്ലേ. 9 ഇത് അത് 10. പിന്നെ ഈ കിടക്കുന്നത് ഓറഞ്ചാ.
ഇത് നമ്മുടെ മുസമ്പിയാ. 10, 11, 12, 13, 14 എണ്ണം ഉണ്ട്. അത് വെട്ടിക്കളഞ്ഞിട്ട് പിന്നെയും കിളുത്തു തന്നെ ഉണ്ട്. അവിടുന്ന് ഡാനു ഇതേ ഇവിടെ പറഞ്ഞ വലിയ പറഞ്ഞ കിടക്കണ്ട ഡാനി, താഴെ വീണ്. ഇതുണ്ടോ അടിപൊളിയായിട്ടിതേ തോർന്ന കിടക്കുന്നു. ഇതുണ്ടോ അടിപൊളി. വീടിൻ്റെ ബോർഡർ ഞാൻ പറഞ്ഞില്ല, ഇത്തവണ നമുക്ക് ബോർഡർ തിരിക്കാൻ പറ്റില്ല. ഇവിടെ വന്നിട്ട് അപ്പുറത്ത് അവരുടെയും പറമ്പിൽ നിൽക്കണം കേട്ടോ. ആ നിൽക്കുന്നത് നമ്മുടെ കരലോക്കി ഫ്രൂട്ട് തന്നെയാണ്. അവിടെ അതെ ഈ നിൽക്കുന്നത് ഇതെല്ലാം കരലോക്കി ഫ്രൂട്ട് തന്നെയാണ്. ഇത് ഈ ഫ്രൂട്ടിൻ്റെ പേരെനിക്കറിയത്തില്ല. നമ്മുടെ ആപ്പിൾ പോലെ ഈ ഒരു മരത്തിൽ നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ വീണ് കിടപ്പുണ്ടത്. അതിൻ്റെ പേരറിയത്തില്ല. നമ്മുടെ പ്ലം ട്രീയുടെ ഒക്കെ ഇല പോയി, വിൻഡറാക്കത്തേക്ക് ഇല പോയിട്ട് ഇങ്ങനെ നിൽക്കണേ. ഇനി ഇപ്പോൾ ഇതേ പൂ ഇട്ടിട്ടുണ്ടല്ലോ. ഇപ്പം ഇതേ എല്ലാം പൂട്ടിട്ട്. ഇത്തവണ കൊറോണ വന്നപ്പോൾ കാലാവസ്ഥ മൊത്തം ടോട്ടലി ചേഞ്ച് ആയില്ലേ ഡാനി. ഈ പോസിമൻ എന്തേ പഴുത്ത് നോക്ക്. ഇതുണ്ടോ പോസിമൻ ഇരിക്കണുണ്ടോ? നല്ല പഴുത്ത് നമ്മുടെ നാട്ടിലെ ഇതുണ്ടോ നല്ല മുട്ടപ്പഴം ഇരിക്കില്ലേ, അതേപോലെ നല്ല അടിപൊളിയായിട്ടിരിക്കണേ. നല്ല ടേസ്റ്റാണ്. എന്നാ ഉണ്ട് പഴുത്ത് നല്ല അടിപൊളി ടേസ്റ്റ്. അടിപൊളി. ഈ ഒരു സീസണിൽ മാത്രമേ സാധനം ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ചെറിയ വിലയാണ്. ഇവരിത് തന്നെ ഡ്രൈ ഫ്രൂട്ടായിട്ട് എടുത്തു വയ്ക്കും. അപ്പാപ്പൻ്റെ വീട്ടിൽ 3-4 എണ്ണം ഉണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ വീഡിയോ. ഇതുണ്ടല്ലോ, ഇവർ ഇതിൻ്റെ പുറത്തെ സ്കിന്ന് ഇതിട്ടിട്ട് ഇവർ നൂലെ കെട്ടിയിട്ട് വെയിലത്തിട്ടിട്ട് ഉണങ്ങി വെക്കും. എന്നിട്ട് സമ്മറൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഇത് ശരിക്കും ഉണക്ക വന്നിരുന്ന അടിപൊളി ടേസ്റ്റാണ്. ഉണങ്ങി ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ടായിട്ട് ഇവർ ബസാറിൽ വിൽക്കാൻ പറ്റും. അതിന് ഭയങ്കര വില. പിന്നെ കരലോക്കി എന്നാണ് ഇവിടെ പറയണേ. നമ്മുടെ പേഴ്സിമോൺ നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല ഈ ഫ്രൂട്ട്. നാട്ടിലുണ്ടോ ഇത്? നാട്ടിൽ കണ്ടിട്ടില്ല. ദുബായിലും കണ്ടിട്ടില്ല ഞാൻ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫ്രൂട്ടാട്ടോ. സൂപ്പർ അല്ല. നമുക്ക് ചെറുനാരങ്ങയുടെ കണ്ടില്ലായിരുന്നു, പേഴ്സിമോൺ പറിക്കണ കണ്ടില്ലായിരുന്നു. കുഞ്ഞു വീഡിയോ ജസ്റ്റ്. ഇപ്പം നമുക്ക് പുറത്തേക്കൊന്നും പോകാൻ പറ്റണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞൊരു വീഡിയോ ആയിട്ട് എടുത്താൽ. ആൾക്കാർ ചോദിച്ചായിരുന്നു ചെറുനാരങ്ങ എന്തോരം ഉണ്ടെന്ന്. ചെറുനാരങ്ങയുടെ 14 ചെടിയുണ്ട്. പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-200 കിലോ ഉണ്ടാവും എല്ലാം കൂടെ കൂടി. എല്ലാ ചെറുനാരങ്ങയെല്ലാം കൂടി പറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്താലും ഒന്നും തന്നെ കിട്ടാനില്ല. കാരണം അത്രയും വില കുറവാകും. കാരണം എല്ലാം ഈ സീസൺ ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉണ്ട് സാധനം. അതുകൊണ്ട് നമുക്ക് ഇതൊന്നും പറിച്ച് വിറ്റിട്ട് ഒന്നും കാര്യമൊന്നുമില്ല. പിന്നെ പുതിയ ചെടികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓറഞ്ച് നമ്മൾ കഴിഞ്ഞ കൊല്ലം വാങ്ങിച്ച് നട്ടില്ലായിരുന്നു. ഓറഞ്ച് അതെല്ലാം ശരിക്കും എല്ലാം വേരൊക്കെ പിടിച്ച് ഇത്തവണ എല്ലാം ഉണ്ടായി വന്നിട്ടുണ്ട്. നമുക്കൊരു ഈ കൊല്ലം നോക്കണ്ട, 2 കൊല്ലം കഴിയായിരിക്കും ഓറഞ്ചൊക്കെ ഉണ്ടാവും. 2 കൊല്ലം കഴിഞ്ഞത്തേക്ക് ഓറഞ്ചും ഉണ്ടാവും. മുന്തിരി ആണെങ്കിലും ഇപ്പം എല്ലാം ഉണ്ടായി കഴിഞ്ഞിട്ട് ഇനി അത് നമുക്കൊന്ന് വെട്ടി നിർത്തണം. അത് ഇത്തവണ പറ്റിക്കഴിഞ്ഞാൽ പന്തലിടണം. കഴിഞ്ഞ കൊല്ലം കൊറോണ ആയതുകൊണ്ട് നമുക്ക് പന്തലിടൽ പരിപാടികളൊന്നും നടന്നില്ലല്ലോ. ഇത്തവണ നമുക്ക് അതിൻ്റെ പന്തലിടണം. അവിടെ നിന്ന് ഇങ്ങനെ മൊത്തം ഇങ്ങനെ എല്ലാം കൂട്ടിക്കെട്ടി വെച്ചേക്കും. ചെയ്തേ പന്തലിടണം. കുറേ പരിപാടികളുണ്ട്. പറമ്പ് ഈ ബോർഡർ നമുക്ക് മൊത്തം നെറ്റിട്ട് തിരിക്കാനുണ്ട്. നമ്മുടെ നല്ല കോഴീനെ കഴിച്ചുവിടാൻ പറ്റുള്ളൂ. അല്ലാണ്ട് മൊത്തം ഇങ്ങനെ കാട് പിടിച്ചാണ് കിടക്കുക. അപ്പോൾ അതൊക്കെ ചെയ്യണം. കുറേ പരിപാടികളുണ്ട്. ഇതെല്ലാം യൂട്യൂബിൽ വേറെ കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം. പിന്നെ വേറെ ദീപാവലി കഴിഞ്ഞ ദിവസം ദീപാവലി കഴിഞ്ഞു. ദീപാവലി ഇവിടെ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. ദീപാവലിയുടെ പരിപാടികൾ കഴിഞ്ഞു. ഇവിടെ ഇവിടെ നെയ്ബറായിട്ട് 1-2 ഇന്ത്യക്കാരുണ്ട്. അവർ വിളിച്ചായിരുന്നു ദീപാവലി ആഴ്ചയ്ക്ക് അങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് വീക്കെൻഡിലെ സമയം കിട്ടത്തുള്ളൂ. വീട്ടിൽ പണി
പണി നടക്കേണ്ടതുണ്ട്. കാരണം നമുക്കപ്പോൾ അങ്ങനെ വീട് പണി നടക്കുന്ന സമയം കൊണ്ട് അപ്പോൾ ആ ഗ്യാപ്പിൽ വീക്കെൻഡിൽ 2 ദിവസം കിട്ടി കഴിയുമ്പോഴേ ഇത് ചെയ്യുള്ളൂ. പിന്നെ ഇവിടെ എമർജൻസി ഡിക്ലെയർ ചെയ്തേക്കും, അതുകൊണ്ട് അങ്ങനെ കൂട്ടാൻ പറ്റില്ല. നല്ല കൊറോണയുടെ ഇതുള്ളതുകൊണ്ട് അതും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും ഡാനിയും വന്നടാ കമൺ, ഞാനും ഡാനി അയ്യോ പതുക്കെ വലിയ ഞാനും ഡാനിയും കൂടെ കൂടി പടക്കൊന്നും മേടിച്ചില്ല. ഞങ്ങളൊരു എന്നാടാ ഉണ്ടാക്കി കൊറോണ സ്പെഷ്യൽ ദീപാവലി സ്പെഷ്യൽ ചിക്കൻ ടിക്ക ബിരിയാണി ഒക്കെ ഉണ്ടാക്കി ഞങ്ങളതൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ ദീപാവലി അങ്ങനെ ഞങ്ങൾ ആഘോഷിച്ച്. അപ്പോൾ ബിലേറ്റഡ് ആണെങ്കിലും ഹാപ്പി ദീപാവലി. ഇപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുക. അടുത്ത ദിവസം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എന്നോട് പിന്നെ ഇൻക്യുബേറ്ററിൻ്റെ ആൾക്കാർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻക്യുബേറ്ററിൻ്റെ ആ സാധനം മേടിക്കണതിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. കുറേ പേര് ചോദിച്ചായിരുന്നു ഇൻക്യുബേറ്ററിൻ്റെ ആ സാധനം എവിടുന്നാണ് കിട്ടണം. നമ്മുടെ നാട്ടിൽ കിട്ടും. നാട്ടിലെ പിള്ളേർക്കൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ മറ്റേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും അതിൻ്റെ അകത്ത് കണക്ട് ചെയ്യണതൊക്കെ പാടാണ് ആൾക്കാർക്ക്. അത് കവറില്ലാതെ ഇത് ഫുൾ പാക്ഡ് ആയിട്ടുള്ള സാധനം കിട്ടും. ജസ്റ്റ് വയറ് മാത്രം കൊടുത്താൽ മതി. അതിൻ്റെ വീഡിയോ ഞങ്ങൾ വേറെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ ഇൻക്യുബേറ്ററിൻ്റെ. അപ്പോൾ എല്ലാം പറഞ്ഞാൽ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് യു. എല്ലാവരുടെയും കീപ് സപ്പോർട്ട് വേണമല്ലോ. നമുക്ക് മില്യൺ അടിക്കണം, മില്യൺ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ബൈ. Thanks for watching. Please subscribe to our channel, press the bell icon for notification about new videos, like, comment, share and support.